ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങൾക്ക് വേണ്ടി പ്രപഞ്ചം എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം നിങ്ങൾ നേരിടുന്ന വിഷയം എന്താണ്, ആ വിഷയത്തിൽ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നോക്കാം. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സിന്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എൻ്റെ വ്യൂസ് ഇപ്പോൾ നേരിടുന്നതായിട്ടുള്ള സിറ്റുവേഷൻ എന്താണ്. ഓവറോൾ എനർജി വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സത്യം എന്ത് മിഥ്യ എന്തെന്ന് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്ന ഒരു സിറ്റുവേഷനിൽ കൂടി നിങ്ങൾ പലപ്പോഴും കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഫസ്റ്റ് വന്നിരിക്കുന്നത് തന്നെ ഒരു ഫൈറ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളോട്, ചില വ്യക്തികളോട് നിങ്ങൾ ഇപ്പോൾ ഫൈറ്റ് ചെയ്യുകയാണ്. ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കാം ഇപ്പോൾ നിങ്ങൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മാനസികമായിട്ടുള്ള ചില സിറ്റുവേഷനോടായിരിക്കാം നിങ്ങൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഫൈറ്റിംഗ് എനർജിയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഓവറോൾ എനർജി എന്ന് പറയുന്നത് പൊളിറ്റിക്സ് ആണ്. ചില വ്യക്തികളുടെ തനിനിറം തിരിച്ചറിയുന്നതോടുകൂടി, അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ചതിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള നിമിഷങ്ങളുണ്ടായിരിക്കാം. ആ നിമിഷങ്ങളോട് ഇപ്പോൾ നിങ്ങൾ പ്രതികരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇത്രയും നാൾ സൈലൻ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരിക്കാം, എന്നാൽ ഇപ്പോൾ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനോട് പ്രതികരിക്കുന്നുണ്ട്. ഒരുപാട് കരഞ്ഞ് തളർന്നിരുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ. ഇപ്പോൾ അതിൽ നിന്നെല്ലാം എനിക്കൊരു മോചനം വേണം, ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ട വ്യക്തിയല്ല, എന്തും ഫേസ് ചെയ്യുവാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇപ്പോൾ പുറത്തോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഡബിൾ എനർജിയാണ്. നിങ്ങളെ ബന്ധിച്ചിരുന്നതായിട്ടുള്ള, നിങ്ങളെ ടോക്സിക്കായിട്ട് നിലനിർത്തിയിരുന്നതായിട്ടുള്ള ചില വ്യക്തികളിൽ നിന്നും, അത് ജോലി സ്ഥലത്തായിരിക്കും, നിങ്ങൾ അടിമയെപ്പോലെ, അടിമയെന്ന് പറയുമ്പോൾ ഇക്കാലത്ത് അടിമ എന്നുള്ളതല്ല, നമുക്ക് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടാന്ന് തന്നെയാണ്. പക്ഷേ നമ്മുടെ സാമ്പത്തിക സിറ്റുവേഷൻ, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് നമ്മളെ അടിമയാക്കി വെച്ചിരിക്കുന്നതായിട്ടുള്ള ചില സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷനോട് നിങ്ങൾ പ്രതികൂലമായിട്ട് നിങ്ങൾക്ക് ബാധിച്ചിരുന്ന കാര്യങ്ങളെ നിങ്ങൾ ഫൈറ്റ് ചെയ്ത് തകർക്കുവാൻ പോകുന്ന ഒരു എനർജിയിൽ കൂടിയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. ഒരുപാട് നാളായിട്ട് നിങ്ങളെ ബന്ധിച്ചിരുന്നതായിട്ടുള്ള ചില തോട്ടുകൾ, ചിന്തകളുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. ആ ഒരു സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരണം. ചില വ്യക്തികൾ മനഃപൂർവ്വമായിട്ട് ബ്ലാക്ക് മാജിക്, ബ്ലാക്ക് എനർജികൾ വീണ്ടും 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 നിങ്ങളുടെ നാശങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ വിട്ടൊഴിഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യുന്നതായി കാണുന്നു. അങ്ങനെയുള്ള ചില സിറ്റുവേഷൻ, ചിലപ്പോൾ നിങ്ങൾക്ക് ചില വ്യക്തികൾ നിങ്ങൾക്ക് ബ്ലാക്ക് മാജിക്, ബ്ലാക്ക് എനർജിയെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വീണ്ടും നിങ്ങൾ പ്രാർത്ഥനയും അതും ഇതും ഒക്കെ, നേർച്ചകളും വഴിപാടുകളും ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ അതിജീവിച്ച് പിന്നും വരുമ്പോൾ വീണ്ടും അവർ നിങ്ങൾക്ക് വേണ്ടി വീണ്ടും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കെതിരായിട്ട് ചില വ്യക്തികൾ ഗൂഢാലോചനകൾ ചെയ്യുന്നു. എല്ലാം നമുക്ക് ബ്ലാക്ക് എനർജിയിൽ പറയാൻ പറ്റില്ല. ചില വ്യക്തികൾ ഗൂഢാലോചന, നിങ്ങളോടുള്ള ആ ഒരു ജലസ് കാരണം, അല്ലെങ്കിൽ നിങ്ങൾ നന്നാവുന്നത് കാരണം അവർക്കുണ്ടാകുന്ന ഒരു മാനസിക ഫ്രസ്ട്രേഷൻ കാരണം നിങ്ങൾക്കെതിരായിട്ട് അവർ ഗൂഢാലോചന നടത്തുകയും നിങ്ങളെ വേദനിപ്പിക്കുന്നതിന് വേണ്ടി, മനഃപൂർവ്വമായി വേദനിപ്പിക്കുന്നതിന് വേണ്ടി പല സിറ്റുവേഷനും ഉണ്ടാക്കി നിങ്ങളെ ചങ്ങലക്കിടുന്ന അവസ്ഥ, ചില സിറ്റുവേഷൻ കൊണ്ട് ചങ്ങലക്കിടുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ആ ചങ്ങലക്കിടുന്ന അവസ്ഥകളിൽ നിന്നും നിങ്ങൾ പുറത്തു വരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നതായി കാണുന്നു. ഇവിടെ ജോലി സ്ഥാപനത്തിലും നിങ്ങൾ ഇതുപോലെയുള്ള ഫൈറ്റിങ്ങുകൾ നടക്കുന്നു. നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നില്ല, യൂണിവേഴ്സിനോട് നിങ്ങൾ പ്രാർത്ഥിച്ച് ഫൈറ്റ് ചെയ്യുന്നതായി കാണുന്നു. സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നതായി കാണുന്നു. ഓവറോൾ എനർജി ഒരു ഫൈറ്റിംഗ് എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് നിലനിൽക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ് പ്രൊജക്ഷൻ. ഇവിടെ നിങ്ങൾക്ക് അവ്യക്തമായിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു വിധത്തിലും നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും എന്താണ് അതിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ വയ്യാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നതായി കാണുന്നു. ചില ഇലൂഷനിൽ, രണ്ടും 7 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ചില ഇലൂഷനുകളിൽ നിങ്ങൾ പെട്ടുപോയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളിൽ നിന്നും ദൈവികമായിട്ടുള്ള ഒരു എനർജി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അവെയർനെസ്, ഒരു ഇൻറ്റ്യൂഷൻ പവർ ഇപ്പോൾ നിങ്ങൾക്ക് ഇല്ലാത്ത അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നു. കാരണം അവ്യക്തമാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്, ഞാൻ ഏത് വഴിയാണ് പോകേണ്ടത്, ഇപ്പം മൊത്തത്തിൽ നിങ്ങൾക്കൊരു അവിയൽ പരുവം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. ഒരു കാര്യത്തെക്കുറിച്ചും നിങ്ങൾക്കൊരു വ്യക്തത ഇല്ലാത്ത അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നു. കാരണം ഏതാണ് എടുക്കേണ്ടത്, ഇതെടുത്തു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഞാൻ ഈ പോകുന്ന വഴി ശരി തന്നെയാണോ എന്നൊന്നും അറിയാനോ, നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുവാനോ യൂണിവേഴ്സൽ പവറിൽ നിന്നും കുറച്ച് നിങ്ങൾ ദൂരോട്ട് മാറിയിരിക്കുന്നതായി കാണുന്നു. കാരണം അത് നിങ്ങളുടെ തോട്ട് എനർജി, ചില വ്യക്തികളിൽ നിന്ന് വന്നിരിക്കുന്ന നെഗറ്റീവ് എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ട് എനർജി ആയിരിക്കാം, നിങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിരിക്കാം. കാരണം നിങ്ങൾ നിരന്തരമായി കരയുകയും പാസ്റ്റിലെ കാര്യങ്ങൾ പറഞ്ഞ് കരയുന്ന ചില വ്യക്തികളുണ്ട്. ഒരു 2 വർഷം മുമ്പ് നടന്ന കാര്യങ്ങളും ഇപ്പോഴും നിങ്ങൾ പറഞ്ഞ് കരയുന്നുണ്ടായിരിക്കാം. ആ പറഞ്ഞ് കരയുന്നത് വീണ്ടും നിങ്ങളിൽ ആ കർമ്മ വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കും. ഇപ്പം ഒരു 2 വർഷം മുമ്പ് നിങ്ങളെ ഒരാൾ നല്ല രീതിയിൽ വേദനിപ്പിച്ചു,
പീഡിപ്പിച്ചു, നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളെല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതിൽ നിന്ന് ആ മുറിവെല്ലാം നിങ്ങൾക്ക് ഉണങ്ങി വരുന്ന, കാലം ഉണക്കാത്ത മുറിവുകളില്ലെന്നാണ് പറയുന്നത്. പക്ഷേ മുറിവുകളെ ഉണക്കിക്കൊണ്ട് വരുമ്പോഴും നിങ്ങൾ ആ മുറിവിനെ വീണ്ടും ചിന്തിച്ച് അതിനെ വീണ്ടും വേദന കൂട്ടുന്നതായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്. ആ സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇൻഡ്യൂഷൻ പവർ കിട്ടിയെന്നിരിക്കത്തില്ല. നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ട വഴി എന്താണെന്നും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരികെ കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നും ഒക്കെയുള്ള ഒരു ഇൻഡ്യൂഷൻ പവർ യൂണിവേഴ്സിൽ നിന്നും ലഭിക്കുന്നില്ല. അതിന് കാരണം നിങ്ങൾ പാസ്റ്റിലെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് പ്രസൻറ്റിനെ പലപ്പോഴും ഒരു ഇലൂഷനിലാക്കി മാറ്റുന്നതായി കാണുന്നു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്നതായിട്ടുള്ള പ്രതികൂല സാഹചര്യങ്ങൾ എന്താണ്? ഓക്കെ, നിങ്ങൾ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ്. 9 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഗ്രോത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായി കാണുന്നു. ഓക്കെ, ആ ഒരു ഗ്രോത്ത് ഇപ്പോൾ വരും, നാളെ വരും, ഇത്രയും പെട്ടെന്ന് വരും എന്നുള്ള ചിന്തകളിൽ നിങ്ങൾ നിൽക്കുന്നു എങ്കിലും അതിനുവേണ്ടി ആക്ഷൻ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. കാരണം നിങ്ങൾ പലപ്പോഴും നിങ്ങളിലേക്ക് നോക്കുന്നതിന് പകരം നിങ്ങൾ പലപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന വ്യക്തികളായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളെ ആരാണോ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ആരാണോ ഉള്ളത് അവർക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും നിങ്ങൾ ചിലവാക്കി തീർക്കുന്നതായി കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കുവാൻ പലപ്പോഴും മറന്നു പോകുന്നതായി കാണുന്നു. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നന്നാകും, നാളെ നന്നാകും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ ആക്ഷൻ എടുക്കുന്നില്ല. നിങ്ങൾ അതുപോലെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട സമയങ്ങൾ മുഴുവനും നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടും അവരെന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ കാണിച്ചു അങ്ങനെ കാണിച്ചു എന്നുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ സമയം വൃദ്ധമാക്കി കളയുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രകാശമാണ്, പക്ഷേ എന്നാൽ നിങ്ങളെപ്പോഴും ഒരു അന്ധകാരമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾ എന്ത് പർപ്പസിനാണോ ഈ ഭൂമിയിലേക്ക് വന്നത് അത് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല. സെൽഫ് ലവിനെ നിങ്ങളിവിടെ മാറ്റി നിർത്തിയിരിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു. ഇപ്പം നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടായിരിക്കും ജീവിക്കുന്നത്. പലപ്പോഴും പലവരും പറയുന്നു കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നത് നല്ലതാണ്, കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നത് നല്ലതാണ്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കാത്തിടത്തോളം കാലം നിങ്ങൾ ചെയ്യുന്നത് ഒരു സോൾ ഹത്യയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോളിനെ കൊല്ലുന്നതിന് തുല്യമാണ്. നിങ്ങളുടെ സന്തോഷങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ മറ്റെന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തിക്കുന്നതിൽ നിന്ന് നന്മ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല. ഇപ്പം നിങ്ങൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് വെച്ചോ, നിങ്ങളുടെ കയ്യിൽ വസ്ത്രങ്ങൾ കിട്ടിയിരിക്കുന്നു, നിങ്ങൾ നല്ല വസ്ത്രങ്ങളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് ഏറ്റവും വില കുറഞ്ഞ വസ്ത്രങ്ങളും പലപ്പോഴും നിങ്ങൾ കീറിയ വസ്ത്രങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ മതി, മറ്റുള്ളവർ എൻ്റെ മക്കൾ എടുത്തോട്ടെ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എടുത്തോട്ടെ, ഭാര്യ എടുത്തോട്ടെ, അമ്മ എടുത്തോട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് ചെയ്യുന്നത് അത് കരുണയല്ല. അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കതൊരു നല്ല പ്രവൃത്തിയായിട്ട് തോന്നുമെങ്കിലും അത് നിങ്ങളുടെ സോളിനോട് നിങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള പാപമാണ്. സെൽഫ് ലവ് ചെയ്യാത്ത ഒരു വ്യക്തിക്ക് മറ്റുള്ളവർക്ക് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് അനുഗ്രഹം വന്നു ചേരത്തില്ല. ആദ്യം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ആത്മാവ് എന്താഗ്രഹിക്കുന്നു ആ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമായിരിക്കണം മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത്. നിറഞ്ഞിരിക്കുന്ന ഒരു കുടത്തിന് മാത്രമേ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കവിഞ്ഞൊഴുകുവാൻ സാധിക്കുകയുള്ളൂ. കാലിയായിരിക്കുന്ന ഒരു കുടത്തിന് ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു കൊടുക്കുവാൻ സാധിക്കില്ല. ഓക്കെ, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ തന്നെ നിറയ്ക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടിയിട്ട് അതിൽ നിന്ന് തന്നെ പകർന്നു പോകുന്നതായിരിക്കും. അതുകൊണ്ട് സെൽഫ് ലവിലേക്ക് നിങ്ങൾ തിരിയുക. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വരും നാളെ വരും എന്നുള്ള കാര്യങ്ങളിലേക്ക് ചിന്തിക്കുന്നുണ്ട്, അതിന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ആക്ഷൻ നിങ്ങൾക്ക് ഇവിടെ സാധ്യമാകാത്തതിന് കാരണം സെൽഫ് ലവ് ചെയ്യുന്നില്ല, നിങ്ങളിലേക്ക് നിങ്ങൾ നോക്കാത്തതാണ് ഇവിടെ കാരണമായി കാണുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എൻ്റെ വ്യൂസ് ഇപ്പോൾ നേരിടുന്നതായിട്ടുള്ള സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, ക്യൂൻ ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ജോലി സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് സ്ട്രെങ്ത് കുറഞ്ഞതായി കാണുന്നു. മറ്റുള്ളവരെല്ലാം ചേർന്ന് നിങ്ങളെ താഴ്ത്തുന്ന സിറ്റുവേഷൻ വരുന്നു. നിങ്ങളെ വളരുവാൻ അനുവദിക്കുന്നില്ല, നിങ്ങളെ ഞെരുക്കിക്കളയുന്നു, നിങ്ങളുടെ കഴിവിനെ ഞെരുക്കിക്കളയുന്നു, നിങ്ങളുടെ സാമ്പത്തിക ഗ്രോത്തിനെ ഞെരുക്കിക്കളയുന്നതായി കാണുന്നു. പലപ്പോഴും നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്ന സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ജോലി സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് നല്ല ഉയർച്ച ഉണ്ടാകേണ്ട വ്യക്തിയായിരിക്കാം. പക്ഷേ പല ആൾക്കാരും ചേർന്ന്, അവിടുത്തെ ഒരു പക്ഷേ ബോസ് പോലും ചേർന്ന്
ചേർന്നുകൊണ്ട് നിങ്ങളെ ഒറ്റപ്പെടുത്തുകയും നിങ്ങളെ മാനസികമായി ചില സംഘർഷങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നതായും കാണുന്നു. കാരണം ഇവിടെ കൂട്ടത്തോടു കൂടി ഒരു ചെടിയെ ഞെരുക്കിക്കളയുന്നു. അതിനെ മുന്നോട്ട് വളരുവാൻ സാധിക്കാത്ത വണ്ണം, അല്ലെങ്കിൽ അതിൽ പൂക്കുവാനോ കായ്ക്കുവാനോ സാധിക്കാത്ത വണ്ണം ഒരു ഞെരുക്കിക്കളയുന്നു. മാനസിക സംഘർഷത ഉണ്ടാക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ക്യൂൻ ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങൾ അതിനെ ഭയപ്പെടുന്നു. നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള എനർജി എന്താണെന്നും നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ ശക്തി എന്താണെന്നും തിരിച്ചറിയുന്നതിന് പകരം നിങ്ങൾ പലരെയും ഭയപ്പെടുന്നതായി, ജോലിസ്ഥലത്തായാലും അത് ജീവിതത്തിലായാലും നിങ്ങൾ ഭയപ്പെടുന്നതായി കാണുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ അധികാരങ്ങളിലേക്ക് ശ്രദ്ധിക്കുവാൻ സാധിക്കുന്നില്ല. നിങ്ങളെ ഭയം കൊണ്ട് മൂടിയിരിക്കുന്നതായി കാണുന്നു. ഈ രണ്ട് കല്ലുകൾക്കിടയിൽ ഒരു വിത്ത് വന്നു കഴിഞ്ഞാൽ ആ വിത്തിന് മുകളിലോട്ട് വരുന്നതിന് തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ രണ്ട് കല്ലുകളും അതിനെ ഞെരുക്കും. ആ ഞെരുക്കുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്താകുന്ന നിങ്ങളെ മറ്റുള്ള പ്രശ്നങ്ങൾ, ഇപ്പം ജോലിസ്ഥലത്താണെങ്കിലും നിങ്ങളുടെ കുടുംബപരമായിട്ടാണെങ്കിലും റിലേഷൻപരമായിട്ടാണെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളെ ഞെരുക്കി നിങ്ങളെ വളരുവാൻ അനുവദിക്കാത്ത വണ്ണം നിങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഒരു എനർജിയിൽ കൂടി നിങ്ങളിപ്പോൾ കടന്നു പോകുന്നതായി കാണുന്നു. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഇത് എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല, ചില വ്യക്തികൾക്ക് മാത്രമായിരിക്കും ഇത് റെസനേറ്റ് ആകുന്നത്. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണ്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തു, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ള പ്രാർത്ഥന മുഴുവനും ചെയ്തു കഴിഞ്ഞു, നിങ്ങളുടെ എഫേർട്ട് മുഴുവനും എടുത്തിട്ടും ഒരു പക്ഷേ നിങ്ങളുടെ ജോലി സ്ഥലത്തായിരിക്കാം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള മുഴുവൻ പണിയും ചെയ്തിട്ടും നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു വാങ്ങുവാനുള്ള ഒരു മെച്യൂരിറ്റി പവർ പോലും നിങ്ങൾക്ക് ലഭിക്കാതെ പോകുന്ന സിറ്റുവേഷൻ. ഓക്കെ, നിങ്ങൾക്ക് മറ്റുള്ളവരോട് എൻ്റെ അവകാശങ്ങൾ ഇതാണ്, എനിക്കത് തന്നേ മതിയാകൂ എന്ന് ചോദിക്കുന്നതിന് പകരം നിങ്ങൾ നിരാശയിലും വിഷമത്തിലും നിൽക്കുന്ന സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നു. ഒരു ധൈര്യക്കുറവ് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വെയിറ്റിങ്ങിലാണ്. ഇന്നല്ലെങ്കിൽ നാളെ ശരിയാകും എന്നുള്ള കാര്യങ്ങളിൽ വെയിറ്റിങ്ങിലാണ്. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് ഒരുക്കി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും മറ്റു വ്യക്തികൾ ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നത് നിങ്ങളുടെ മെച്യൂരിറ്റിയുടെ കുറവ് കൊണ്ടാണ് എന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് അനുഗ്രഹങ്ങളെ വാരി തന്നിരിക്കുന്നു. പക്ഷേ അത് നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല എന്നല്ല, നല്ല രീതിയിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു. അത് റിലേഷൻഷിപ്പിലാണെങ്കിലും ശരി തന്നെ, അത് നിങ്ങളുടെ ജോലി സ്ഥലത്താണെങ്കിലും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് അർഹതപ്പെട്ട വാല്യൂ നിങ്ങൾക്ക് ആരും നൽകുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങൾ നല്ലൊരു ശതമാനവും നിങ്ങൾ എഫേർട്ട് ഇടുന്നുണ്ട്. പക്ഷേ അവരിൽ നിന്ന് ലഭിക്കുന്നത് വളരെ തുച്ഛമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമായിരിക്കും. നിങ്ങൾക്ക് യാതൊരു പ്രയോറിറ്റിയും തരാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും. അത് ജോലി സ്ഥലത്താണെങ്കിലും അങ്ങനെ തന്നെയാണ്. ജോലി കൂടുതൽ നിങ്ങൾക്കും, എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കേണ്ടത് നിങ്ങളും, എന്നാൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വാല്യൂ പോലും നിങ്ങൾക്ക് തരാത്ത ഒരു സിറ്റുവേഷൻ വരുന്നു. എന്നാൽ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുവാനോ അല്ലെങ്കിൽ അതിനെ ഒരു ആക്ഷൻ എടുക്കുവാനോ നിങ്ങൾക്ക് കഴിയാതെ മൗനമായി നിൽക്കേണ്ടി വരുന്നതായിട്ടുള്ള ചില സിറ്റുവേഷൻ ഉണ്ട്. മറ്റുള്ളവർ എന്താണോ നിങ്ങളെപ്പറ്റി പറയുന്നത് അത് കേട്ട് നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വാദിക്കാതെ മൗനമായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനെ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, എന്നാൽ മുന്നോട്ട് പോകുന്നതിന് വളരെ തടസ്സങ്ങൾ മാത്രമാണ് ഇവിടെ കാണുന്നത്. ബ്ലോക്കേജ് ആണ്. നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല. ചില വ്യക്തികളുടെ പൊയ് മുഖങ്ങൾ നിങ്ങൾ തിരിച്ചറിയുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് വളരെ വേദന. ചില വ്യക്തികൾ ഇവിടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ അതെല്ലാം തിരിച്ചറിഞ്ഞിരിക്കുന്നു. തിരിച്ചറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളും മാനസികമായിട്ടുള്ള ഡിപ്രഷനും കാര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നു. പല കാര്യങ്ങളും ബാലൻസിങ്ങിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് സാമ്പത്തികമായിരിക്കാം, അല്ലെങ്കിൽ ഇമോഷണൽ പരമായിട്ടാണെങ്കിലും നിങ്ങൾ തകർന്നിരിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷനാണ്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണെങ്കിലും ശരി തന്നെ നിങ്ങളെ ചതിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിവ് നിങ്ങളെ ഒരുപാട് തകർത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും ജോലി സംബന്ധമായിട്ടും നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ബ്ലോക്കേജ്, തേർഡ് പാർട്ടി സിറ്റുവേഷനെ ഇവിടെ കാണുന്നുണ്ട്. അത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇതിന് പ്രപഞ്ചശക്തി എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നതെന്ന് നോക്കാം. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഈ ഒരു സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചശക്തി എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് നൽകാൻ പോകുന്നത്? ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും മാറി ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എൻ്റെ വ്യൂസിന് കടന്നു വരുമോ എന്നുള്ള ചോദ്യവുമായി പ്രപഞ്ചശക്തിക്ക് മുന്നിൽ പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്നതായിട്ടുള്ള ചില സിറ്റുവേഷനെ നിങ്ങൾ അത് ഓവർകം ചെയ്യുന്നതായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ വിജയിക്കും, സ്ട്രെങ്ത് വരുന്നു. ഓക്കെ, സ്ട്രെങ്തിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊരു മാറ്റം വരുന്നു. ഇപ്പോൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത്, ആ ഫൈറ്റ് ചെയ്യുന്ന കാര്യവുമായിട്ട് നിങ്ങൾക്ക് സക്സസ് വരുന്നു. ബെറ്റർ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് അതിനുള്ള എനർജി ലഭിക്കുന്നു. നിങ്ങൾ നേരിടുന്നതായിട്ടുള്ള ഏത് ചലഞ്ചിങ് സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങൾക്കതിൽ ക്ലാരിറ്റി കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങളോട് കൂടെ തന്നെ നിൽക്കുന്നു. കാരണം ഇനി നിങ്ങൾ ഒരു
പൂച്ചയെ പോലെ പയന്നിരിക്കേണ്ട ഒരു വ്യക്തിയല്ല, ഒരു സിംഹത്തെ പോലെ മാറ്റുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾക്ക് നൽകുന്നു. ഏത് സിറ്റുവേഷത്തെയും ഭയന്ന് പിന്മാറുന്ന ഒരു വ്യക്തിയല്ല, ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാക്കി മാറ്റുന്നതായി കാണുന്നു. പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് നൽകുന്നത്? ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒന്നേന്ന് പറഞ്ഞാണ് ഓരോ കാര്യങ്ങൾ തുടങ്ങാൻ പോകുന്നത്. ഇതുവരെ സംഭവിച്ചതുമെല്ലാം നിങ്ങളുടെ കർമ്മഫലമായി തന്നെ നിങ്ങൾ കാണുക. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു അബൻഡൻസ് കടന്നു വരുന്നു. നിങ്ങളെ ചില വ്യക്തികൾ പറ്റിച്ചിരുന്നു, അല്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള വഴി എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു, നിങ്ങൾക്ക് ഒരു ഇലൂഷനിലായിരുന്നു എങ്കിൽ എല്ലാ വഴികളും നിങ്ങൾക്ക് ഇവിടെ വ്യക്തമാകുവാൻ പോകുന്നു. നിങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത്, നിങ്ങൾ എന്ത് കാര്യമാണ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിൻ്റെ എല്ലാം ഒരു സക്സസ് നിങ്ങളെ തേടിയെത്തുന്നതായി കാണുന്നു. ജീവിതത്തിൽ സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അബൻഡൻസ് കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് വാഹനം ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക്, വീട് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക്, സാമ്പത്തികമായിട്ടുള്ള ഗ്രോത്ത് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വഴി നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. പ്രപഞ്ചത്തിൽ നിന്നും നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ, നിങ്ങൾ അഫർമേഷൻ ചെയ്യുന്നു എങ്കിൽ, നിരന്തരമായിട്ടുള്ള നിങ്ങളുടെ അഫർമേഷൻ തീർച്ചയായിട്ടും നിങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്നതായിട്ടുള്ള ആ കല്ലിനെ രണ്ടായി പിളർത്തി മാറ്റുവാൻ സാധിക്കും. നിരന്തരമായിട്ട് ഒരു മഴത്തുള്ളി ഒരു കല്ലിൽ തന്നെ വന്ന് നിരന്തരമായി ഇടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ മനസ്സിലാവും എത്ര ശക്തമായിട്ടുള്ള കല്ലുകളാണെങ്കിലും അതിൻ്റെ രൂപത്തിലും ഷേപ്പിലും മാറ്റങ്ങൾ വരികയും അതിൽ വിള്ളലുകൾ സംഭവിക്കുകയും ചെയ്യുന്നതായി കാണാം. ഇപ്പോൾ എന്ത് പ്രതികൂല സാഹചര്യമാണോ, എന്ത് സാമ്പത്തിക പ്രശ്നമാണോ, എന്ത് റിലേഷൻ സംബന്ധമായിട്ടുള്ള പ്രശ്നമാണോ, അതിൻ്റെ മുന്നിലേക്ക് വിശ്വാസമാണ്. നിങ്ങൾ ഈ നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ തടസ്സപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ആ ഒരു പാറയെ പൊട്ടിക്കുവാൻ അത് മതിയാകും. താങ്ക് യു യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിലേക്ക് സമർപ്പിക്കുന്നു. താങ്ക് യു പവർ ഓഫ് എനർജി. താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ യൂണിവേഴ്സിൽ നിന്നും എന്ത് മെസ്സേജാണ് വ്യൂസിന് നൽകാൻ പോകുന്നത്? കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില റീയൂണിയനുകൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ കുറേ നാളായിട്ട് നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിരുന്നതായിട്ടുള്ള ചില ആ സിറ്റുവേഷൻ എല്ലാം മാറിക്കൊണ്ട്, ആ പാസ്റ്റിലെ ട്രോമാസ് എല്ലാം മാറിക്കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ്, നിങ്ങളെ കെയർ ചെയ്യുകയും നിങ്ങളെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകുന്നതായി കാണുന്നു. കുറേ നാളായിട്ട് നിങ്ങൾ പൊരുതിയിരുന്നതായിട്ടുള്ള എന്ത് സിറ്റുവേഷനാണോ, നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്തിരുന്നു, അത് മാനസികമായിരിക്കാം, പ്രാർത്ഥനാപരമായിരിക്കാം, സാമ്പത്തികപരമായിട്ടാണെങ്കിലും നിങ്ങൾ ഫൈറ്റ് ചെയ്തിരുന്ന എന്ത് സിറ്റുവേഷൻ ആണോ അതിൽ നിങ്ങൾക്ക് വിജയം വന്നു ചേരാൻ പോകുന്നു. ഒരു സക്സസ് ആണ് വന്നു ചേരാൻ പോകുന്നത്. പ്രപഞ്ചത്തിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, പ്രപഞ്ചശക്തി എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് നൽകുന്നത്? ഓക്കെ, നിങ്ങൾ പുറത്തേക്ക് വരാൻ പോകുന്നു. നഷ്ടങ്ങളിൽ നിൽക്കാതെ നിങ്ങൾ മുന്നോട്ട് വരിക. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്കിനി ഇവിടെ അവസാനിച്ചു പോയി, സിറ്റുവേഷൻ കാരണം നിങ്ങൾ ഞെരുക്കപ്പെട്ടു പോയിരിക്കുന്നു, നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ ഇനി സാധിക്കില്ല എന്നൊക്കെ വിചാരിച്ച് തളർന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും ഈ ലോകത്തിൻ്റെ സൗന്ദര്യത്തെ, അല്ലെങ്കിൽ ഈ ലോകത്തിൽ നിങ്ങൾ എന്തിനാണോ വന്നിരിക്കുന്നത് ആ വന്നിരിക്കുന്നതിൻ്റെ പൂർണ്ണത നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കില്ല. ഏതെങ്കിലും ചില സിറ്റുവേഷൻ, ചില വ്യക്തികളുടെ ഓർമ്മകളിൽ നിങ്ങൾ അടയ്ക്കപ്പെട്ടു പോകും. നിങ്ങളുടെ ഈ ഒരു മനുഷ്യജന്മം നിങ്ങൾ നശിപ്പിച്ച് കളയുന്നതിന് തുല്യമായി പോകും. പ്രതികൂല സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചില വ്യക്തികളുടെ ഓർമ്മകളിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, എനിക്കിനി രക്ഷപ്പെടാൻ പറ്റില്ല, ഈ വ്യക്തിയിൽ മാത്രമാണ് എൻ്റെ ജീവിതം, ഈ വ്യക്തി ഇല്ലാണ്ട് എനിക്ക് പുറം ലോകം കാണണ്ട, എന്നെങ്കിലും ആ വ്യക്തി വരുമ്പോൾ മാത്രം എനിക്ക് പുറത്തിറങ്ങിയാൽ മതി, എനിക്ക് സന്തോഷിച്ചാൽ മതി എന്ന് ചിന്തിച്ചിരിക്കുന്നവർക്ക് ഈ ലോകത്തിൻ്റെ സമാധാനം, സന്തോഷം ഒന്നും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കില്ല. ഏത് സിറ്റുവേഷനാണോ ആ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരണം. നിങ്ങളിപ്പോൾ പറയുമായിരിക്കും എനിക്ക് ഒരിക്കലും പറ്റുന്നില്ല, എനിക്കത് പറ്റുന്നില്ല, പഴയ കാര്യങ്ങൾ വിട്ടുകളയാൻ പറ്റുന്നില്ല എന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷേ നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മൾ തന്നെ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അതൊരിക്കലും ദൈവം വന്ന് നമുക്കത് മാറ്റിത്തരത്തില്ല. നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി നമ്മൾ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എൻ്റെ വീട്ടിൽ കുറേ പുല്ലുകൾ വളർന്നു കിടക്കുന്നു, പോച്ച വളർന്നു കിടക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് മാറുമോ? ദൈവമേ, എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ മൊത്തം പോച്ചയാണ്, ആ പോച്ചയൊന്ന് നീക്കി തരണേ എന്ന് പറഞ്ഞ് നിരന്തരമായിട്ട് നമ്മൾ ഇറക്കി എനർജിയെയും അതും ഇതും ഒക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മാറട്ടെ. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ വീട്ടിൻ്റെ മുന്നിലുള്ള പോച്ച ഒരിക്കലും മാറ്റി തരുന്നതല്ല. കാരണം നിങ്ങൾ പ്രവർത്തിക്കേണ്ട സ്ഥാനത്ത് നിങ്ങൾ പ്രവർത്തിക്കുക തന്നെ വേണം. ഓക്കെ, എല്ലാ കാര്യങ്ങളും ദൈവത്തിനെ
ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ മടിയന്മാരായി പോകും. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചിരുന്നാലും അത് നടക്കാത്തതിന് കാരണം ആക്ഷൻ എടുക്കേണ്ടത് ദൈവത്തിൽ നിന്നല്ല, നിങ്ങളിൽ നിന്നായിരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ചില സന്ദർഭങ്ങളിൽ ദൈവം മൗനമായി തീരുന്നത്. ആ മൗനമായി ഇരിക്കുമ്പോൾ നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ചില കാര്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉത്തരം നിങ്ങളുടെ കയ്യിലാണ്, ആക്ഷൻ നിങ്ങളാണ് എടുക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. അതുതന്നെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ പ്രതികൂല സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ അതിൽ എൻ്റെ അവസാനം ഇതാണ് എന്ന് വിചാരിച്ചിരുന്നാൽ നിങ്ങളുടെ ഈ മനുഷ്യജന്മമാണ് നിങ്ങൾ വെറുതെയാക്കി കളയുന്നത്. എത്ര നാളിന് മുന്നോട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയില്ല. പക്ഷേ ആ ഉള്ള ഒരു ദിവസം, ഈ നിൽക്കുന്ന ഇന്നത്തെ ഈ ഒരു നിമിഷം നിങ്ങൾക്കുണ്ട്. ആ നിമിഷത്തിൽ നിങ്ങളുടെ ആത്മാവുമായിട്ട് ഒന്ന് സന്തോഷിക്കുക. മറ്റാരെയും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റാർക്ക് വേണ്ടി കാത്തിരുന്നിട്ടും കാര്യമില്ല. കാരണം നിങ്ങൾ ആരെയും സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ആത്മാവിനെ സ്നേഹിക്കാത്തിടത്തോളം കാലം നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് അത് സ്നേഹമായിരിക്കും. പക്ഷേ അവരിലേക്ക് എത്തിച്ചേരുന്നത് സ്നേഹമായിട്ടല്ല, അവർക്കതൊരു ഇറിറ്റേഷനായിട്ടായിരിക്കും ചെല്ലുന്നത്. റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ശരി തന്നെ, നിങ്ങളുടെ വർക്ക് പരമായിട്ടാണെങ്കിലും ശരി തന്നെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സമയം ചിലവാക്കുക, നിങ്ങളുടെ ശരീരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ സമയം ചിലവാക്കുക. എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ചില അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഏത് പ്രതികൂല സാഹചര്യത്തെയും പൊട്ടിച്ച് പുറത്തു വരുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ 5 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് എന്നിലേക്ക് അനുഗ്രഹങ്ങൾ വരാത്തത് എന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ആ ചിന്തിക്കുന്നതിൽ നിങ്ങൾക്ക് പറ്റുന്ന തെറ്റെന്ന് പറയുന്നത്, നിങ്ങൾക്ക് പഴയ നെഗറ്റീവ് പാസ്റ്റിനെ നിങ്ങൾക്ക് വിട്ടുകളയാൻ സാധിക്കുന്നില്ല. എന്നോ നടന്നു പോയിട്ടുള്ള ചില സിറ്റുവേഷൻ വീണ്ടും വീണ്ടും എനിക്ക് അയാളോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, എനിക്ക് അവളോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഓഫീസിലുള്ള അവരോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല, എൻ്റെ ജീവിതത്തിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നു. പക്ഷേ അത് അവരെ സംബന്ധിച്ച് അവർക്ക് യാതൊരു പ്രശ്നമില്ല. അവർ ചെയ്യേണ്ടത് ചെയ്തു, അവർ അതിൽ നിന്ന് മനസ്സിൽ നിന്ന് വിട്ടുകളഞ്ഞു, അവർ ഫ്രീ ആയിട്ട് മുന്നോട്ട് പോയിരിക്കുന്നു. പക്ഷേ ഇത് ചുമന്നുകൊണ്ട് നടക്കുന്നത് നിങ്ങളാണ്. ആ ഭാരത്തെ കുറേ വർഷങ്ങളായിട്ട് ചുമക്കുന്നത് നിങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ മനസ്സിനാണ് അനുഗ്രഹം വരാത്തത്, നിങ്ങളുടെ മനസ്സിലാണ് സന്തോഷം വരാത്തത്. ഒരു ദുഃഖത്തെ എപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് സന്തോഷം കടന്നു വരാറില്ല. എപ്പോഴും നമുക്ക് പകയും വൈരാഗ്യവും ഒക്കെ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സന്തോഷിക്കാൻ കഴിയില്ല. അപ്പോൾ എപ്പോഴാണോ അത് റിലീസ് ചെയ്യുക, നമുക്ക് മനുഷ്യരുടെ ചിന്തകളിൽ ചിലപ്പോൾ വന്നെന്നിരിക്കും. ആ വരുന്ന സമയത്ത് ക്യാൻസൽ പറഞ്ഞു വിടുക. ഇത് ചിന്തിക്കാൻ പാടില്ല. നമ്മുടെ തലച്ചോറ് നമ്മളിലേക്ക് അതിങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്, ഇതെനിക്ക് ആവശ്യമില്ല, ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. ഇതെല്ലാം വിത്തുകളാണ്, നമ്മുടെ തലച്ചോറിലേക്ക് വന്നു ചേരുന്ന വിത്തുകൾ. അത് അവിടെ കിടന്ന് അത് മുളച്ച് അതിൻ്റെ 100 മേനി പകയും വിദ്വേഷവും നമ്മളിൽ തന്നെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെന്ന് പറയുന്ന വ്യക്തി നെഗറ്റീവായി മാറുന്നു. നമ്മളെല്ലാവരും വെറുക്കപ്പെടുന്നു, നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കാതെ വരുന്നു. ആ റിലേഷൻ്റെ കാര്യത്തിൽ മാത്രമായിരിക്കത്തില്ല, നമ്മുടെ സാമ്പത്തിക കാര്യത്തിലും നമ്മുടെ ചുറ്റുമുള്ളതിലും നമ്മുടെ മക്കളായാലും നമ്മളുടെ ബന്ധുക്കളായാലും നമ്മളെ വെറുക്കുന്നതിന് കാരണമാകുന്നത് നമ്മൾ എന്നോ കൂടിയിരിക്കുന്നതായിട്ടുള്ള ചില നെഗറ്റീവ് തോട്ടുകളെ റിലീസ് ചെയ്യാത്തത് കൊണ്ടാണ്. നിങ്ങൾ റിലീസ് ചെയ്യുക. പോയത് പോയി, നഷ്ടപ്പെട്ടത് അത് എനിക്കുള്ളതല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഇന്നുള്ള ദിവസം മാത്രമാണ് എനിക്കുള്ളത്, അത് ഞാൻ സന്തോഷത്തോടു കൂടി ജീവിക്കുമെന്ന് തീരുമാനമെടുക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ അതൊരു ദിവസമാണ് എനിക്ക് അർഹതപ്പെട്ടത്. നാളെ എന്നത് ഇന്നലെ എന്നുള്ളത് നമുക്ക് നമ്മളിൽ നിന്ന് വിട്ടുപോയതും അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയും മാത്രമാണ്. ഇന്നുള്ളത് മാത്രമാണ് യാഥാർത്ഥ്യമെന്ന് തിരിച്ചറിയുന്ന സമയത്ത് നിങ്ങളിലേക്ക് സർവ്വതും വന്നു ചേരുന്നതായിരിക്കും. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, പ്രപഞ്ചശക്തി എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് നൽകാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളിലേക്ക് ഒരു അനുഗ്രഹം നിങ്ങളെ തേടി എത്തുന്നതായിട്ടാണ് വന്നിരിക്കുന്നത്. ബ്ലെസ്സിങ് നിങ്ങൾക്ക്, വിജയം നിങ്ങൾക്ക് വരുന്നു. നിങ്ങൾ ഏത് സിറ്റുവേഷനാണോ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാണ്ടിരുന്നത് അതിൽ നിങ്ങൾക്ക് ഒരു ഫൊർഗീവ് കൊണ്ടുവരികയാണെങ്കിൽ, നിങ്ങളുടെ പാസ്റ്റിനെ നിങ്ങൾ റിലീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയം നിങ്ങളെ തേടിയെത്തുന്നു. ഇതിപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു നല്ല ഒരു ഡയറക്ഷനിലേക്ക് നിങ്ങൾ കടന്നു പോകാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് കടന്നു വരുന്നു എന്നുള്ള ഒരു എനർജി വരുന്നു. പക്ഷേ നിങ്ങളുടെ ലൈഫിലെ നിങ്ങളെ വേദനിപ്പിച്ചതായിട്ടുള്ള ചില സിറ്റുവേഷനുണ്ട്. ആ സിറ്റുവേഷനെ ഫൊർഗീവ് ചെയ്യാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ പറ്റില്ല. ഐ ലവ് യു, ഫൊർഗീവ് മീ, സോറി എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ആവർത്തിച്ച് നിങ്ങളെ വേദനിപ്പിച്ചതായിട്ടുള്ള വ്യക്തികൾ ആരാണോ അവരെ മനസ്സിൽ കൊണ്ടുവന്ന് നിങ്ങൾ പറയുക. അത് വിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ് ഉണ്ടാകുകയുള്ളൂ. ഒരു വിജയത്തിന് വേണ്ടി യൂണിവേഴ്സ് കാത്തിരിക്കുന്നു. പക്ഷേ നിങ്ങൾ ഫൊർഗീവ് ചെയ്യാതെ നിങ്ങൾക്കത് ലഭിക്കുന്നതല്ല എന്നുള്ളതാണ്. നിങ്ങൾ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം, ചില സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളുടെ മനസ്സിലെ എന്തോ ഒരു പാസ്റ്റിലെ ഒരു നെഗറ്റീവ് എനർജിയെ പിടിച്ചു വെച്ചിരിക്കുന്നത്, അതിന് എപ്പോഴാണോ നിങ്ങൾ റിലീസ് ചെയ്യുന്നത്, ആ റിലീസ് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്കത് ലഭിക്കുന്നത്. ഓക്കെ,
ചില വ്യക്തികൾ പാരൻസിനോട് വർഷങ്ങളായിട്ട് മിണ്ടിയിട്ടില്ല, അവരോട് വർഷങ്ങളായിട്ട് പക കൊണ്ട് നടക്കുന്ന വ്യക്തികൾ, മക്കളുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ റിലീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലേക്ക് അടഞ്ഞിരിക്കുന്നതായിട്ടുള്ള അനുഗ്രഹം നിങ്ങളെ തേടിയെത്തും. ചില വ്യക്തികൾ പേരൻസിനെ കാണുകയോ അവരെ സ്നേഹിക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്യാതെ, എല്ലാവർക്കുമല്ല ചില വ്യക്തികൾക്ക് മാത്രം, പക്ഷേ അവർ സ്നേഹിക്കുന്ന വ്യക്തി അവരിലേക്ക് വരുന്നില്ല, അവരെ നോക്കുന്നില്ല, അവരെ കെയർ ചെയ്യുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. പക്ഷേ എന്നാൽ അവർ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മകൾ അവരുടെ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ മക്കളെയോ ഹസ്ബൻഡിനെയോ വൈഫിനെയോ നോക്കാത്ത ഒരു സിറ്റുവേഷൻ അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവർ കർമ്മ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരുകയുള്ളൂ. ഓക്കെ, കർമ്മ കംപ്ലീറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടേണ്ടത് യൂണിവേഴ്സ് ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓവറോൾ എനർജി നോക്കട്ടെ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് നൽകുന്നത്? സണ്ണാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ അന്ധകാരമായി തീർന്നിരിക്കുന്നത്, ഓക്കെ, ചില വ്യക്തികൾ ഇരുട്ടത്ത് നിങ്ങളെ ആക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്താണ് സത്യം എന്താണെന്നും മിഥ്യ എന്താണെന്നും തിരിച്ചറിയാത്ത ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ പ്രപഞ്ചം മറനീക്കി നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നു. അസത്യം വന്ന് കൂട്ടി വെക്കുന്നതായിട്ടുള്ള വൈക്കോൽ ധ്രുവ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? ഇങ്ങനെ നമ്മുടെ പുല്ലുണ്ടല്ലോ, വൈക്കോൽ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ ഒരു കുട പോലെ ഇങ്ങനെ ആക്കി വെക്കും. പശുക്കളൊക്കെ ഉള്ള വീട്ടിലുള്ളവർക്ക് മനസ്സിലാക്കും. അപ്പോൾ അസത്യം വന്ന് ഇങ്ങനെ ചുറ്റി പല കാര്യങ്ങളും ഇങ്ങനെ ചുറ്റി വെച്ചിട്ട് അതാണ് സത്യമെന്ന് മറ്റുള്ളവരെ ബോധിപ്പിച്ചുകൊണ്ട് നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിക്കുന്ന രീതിയിലാക്കി വെക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ സത്യം വന്ന് അതിന് തീ കൊളുത്തുന്ന സമയം ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ആരൊക്കെ എന്തൊക്കെയോ അസത്യങ്ങൾ വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ സ്ഥാപനത്തെയും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും ഒക്കെ നശിപ്പിക്കുന്ന രീതിയിൽ പലരും പലതും ചെയ്തും പറഞ്ഞും നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ സണ്ണ് വന്നിരിക്കുന്നു. സത്യം വന്ന് തീ കൊളുത്തുവാൻ പോകുകയാണ്. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള അനുഗ്രഹമാണ് ഇവിടെ വന്നിരിക്കുന്നത്. പ്രപഞ്ചശക്തി നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റിരിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. അതിശക്തമേറിയ എനർജിയെ തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ഈ എനർജി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും സക്സസ്സിനെ കൊണ്ടുവന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ ഊർജ്ജത്തിനായി നന്ദി. താങ്ക് യു. ഓരോ വ്യക്തികളിലും അത് പകർന്നു തന്നതിനായി നന്ദി. താങ്ക് യു. നിങ്ങൾക്ക് ഈ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗോഡ് ബ്ലസ് യു.